वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। പൂർണ്ണമായും അധാർമിക ജീവിതം നയിച്ച വേനനിൽ നിന്ന് പൂർണ്ണമായ ധർമ്മം അനുഷ്ഠിക്കുന്ന പുത്രൻ ജനിച്ചു എന്നതും വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു സംഗതിയാണ്. അതിന് പിന്നെ വേണമെങ്കിൽ നമുക്ക് മഹർഷിമാരുടെ അനുഗ്രഹം കൊണ്ട് എന്നൊക്കെ ബാഹ്യമായ കാരണങ്ങൾ പറയാം. പിന്നെ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടം എന്നുള്ള നിലയിലും സാമൂഹികമായ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ്. മനുഷ്യൻ അലഞ്ഞു നടന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് സ്വസ്ഥമായി ജീവിതം നയിക്കുന്ന, ഗ്രാമങ്ങളും വംശങ്ങളുമായിട്ട് ജീവിതം നയിക്കുന്ന ഏതാണ്ട് ശാന്തമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതിന് തക്ക വിധത്തിലുള്ള ഒരു നേതാവ്, രാജാവ്, ഭരണാധിപൻ അവർക്കുണ്ടായി എന്ന് നമുക്ക് സാമൂഹിക ശാസ്ത്രപരമായി വിശ്വസിക്കാവുന്നതാണ്. ഇപ്പോൾ ഭൂമിയുടെയും ജനങ്ങളുടെയും സമൃദ്ധിക്കും പുരോഗതിക്കും സമ്പന്നതയ്ക്കും ധനവത്വത്തിനും, ധനവാൻ എന്ന അവസ്ഥ, ആളുകൾ ധനവാന്മാരായിരിക്കുന്നതിനും ഉതകുന്ന എന്തെല്ലാം സദ്വൃത്തികളുണ്ടോ ആ സദ്വൃത്തികളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ത്യാഗപൂർണമായ ഒരു ജീവിതമാണ് പൃഥു നയിച്ചത്. അതിലാണ് അദ്ദേഹം ഭൂമിയിൽ നിന്ന് ഗോരൂപത്തിൽ തൻ്റെ ആവശ്യത്തിൽ നിന്ന് പുറത്തു കടന്ന, തൻ്റെ ആജ്ഞ പാലിക്കാതെ പുറത്തു കടന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞ ഭൂമിയെ, പശുവിൻ്റെ രൂപത്തിൽ ചെന്ന ഭൂമിയെ അതേപടി തന്നെ അദ്ദേഹം ഭൂമിദേവിയോട് പറഞ്ഞത്, നേരിട്ട് നീ തന്നെ ചെന്ന് പൃഥുവിനോട് പറയുക, അതിന് പരിഹാരമുണ്ടാകും, അല്ലാതെ ഞാനിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പൃഥുവിൻ്റെ അടുത്തേക്ക് ഭൂമിദേവി മടങ്ങി വരുന്നത്. അല്ല, ഈ ഭൂമിയുടെ ഈ അന്യായ പ്രവൃത്തി കാരണം ഭൂമിയെ കൊല്ലാനായിട്ടാണ് പൃഥു വന്നത്. അത് ഭൂമിയുടെ അന്യായ പ്രവൃത്തിയാണ് എന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെതല്ല പ്രവൃത്തി, അല്ല, ഭൂമിയുടേതല്ല പ്രവൃത്തിയിലെ അന്യായം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റേതായിരുന്നു. അത് കൊല്ലുന്നത് ഇങ്ങനെ ശരിയല്ല, ഇങ്ങനെ ഹിംസ പാടില്ല എന്ന് പറഞ്ഞപ്പോഴേ ഈ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരെയും കൊല്ലാം എന്ന് പൃഥു പറയുന്നുണ്ട്. പ്രജാഹിതത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഒരു ഹിംസ ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു. അങ്ങനെ വന്നപ്പോഴേ ഈ ഗോരൂപം പൂണ്ട ഭൂമി പറയുന്നു, എന്നെ മകളായിട്ട് കരുതണം, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്തു തരാം. മകളായിട്ട് ഇദ്ദേഹം കരുതുകയാണ്, ഭൂമി പറഞ്ഞിട്ടല്ലത്. മകളായിട്ട് ഇദ്ദേഹം കരുതുകയാണ്. അതിലാണ് ഈ സമൂഹവും വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേകമായ, ഏതാണ്ട് ഇന്നും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരാശയം കടന്നു വരുന്നത്. അതിലാണ് ഈ പറഞ്ഞത്, ഒരു വ്യക്തിയെ വലിയ ഒരു സമൂഹത്തിന്, ജനസമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും എതിരാണെങ്കിൽ ആ വ്യക്തിയെ കൊല്ലുന്നതിൽ ഹിംസയില്ല. മാത്രമല്ല, കൊല്ലേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയുമാണ് എന്ന് പൃഥു അവിടെ പറയുന്നുണ്ട്. ഇത് മഹർഷിമാർ പറഞ്ഞു കൊടുത്ത പാഠത്തിൽ നിന്ന് അദ്ദേഹം എടുത്തു പറയുന്നതാണ്. അപ്പോൾ പൃഥു മകളായിട്ട് ഭൂമിയെ കരുതി, അതുകൊണ്ടാണ് പൃഥ്വി എന്നുള്ള പേര് വന്നത്. പേര് വന്നത് അങ്ങനെ. പിന്നെ പൃഥുവിനോട് ഈ ഗോരൂപത്തിൽ നിന്നുകൊണ്ട് മനുഷ്യർക്കും ദേവന്മാർക്കും ഏതെല്ലാം തരത്തിലുള്ള ദേവന്മാരുണ്ടോ, അതായത് ഗണദേവന്മാർ എന്ന് പറയുമ്പോൾ ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, സിദ്ധന്മാർ, സാധ്യന്മാർ, ഇങ്ങനെയുള്ള
സർവ്വ തരത്തിലുള്ള ഗണദേവന്മാരും അവരവർക്ക് ആവശ്യമുള്ള ഇത് കറന്നെടുത്തു. പിതൃക്കൾ കവ്യം കറന്നെടുത്തു. അവരുടെ ഭക്ഷണമായ കവ്യം പിതൃക്കൾ കറന്നെടുത്തു. സാർ, ഈ പിതൃക്കളുടെ കാര്യം പറഞ്ഞു. ഈ പിതൃക്കൾ എന്നും പറഞ്ഞൊരു സൃഷ്ടി ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൃഷ്ടി ഉള്ളതല്ല. എപ്പോഴും പിതൃക്കൾ ഉണ്ടായിരിക്കും. അല്ല, ഈ തൊഴിലില്ലാത്തവർ എന്ന് പറയുന്ന പോലെയാണ്. അല്ല, ഒരാൾ മരിച്ചു കഴിയുമ്പോഴല്ലേ പിതൃവായിട്ട് വരുന്നത്? പിതൃവായിട്ട് വരും? ഇല്ല ഇല്ല, അങ്ങനല്ലേ? അതല്ലേ പിതൃക്കൾ? മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ പിതൃക്കളുടെ അവസ്ഥയിലേക്ക് ഉയരുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ അത് പരേതാത്മാവാണ്. അപ്പോൾ ഈ പിതൃക്കൾ ആരാണ്? പിതൃക്കൾ ഈ പരേതാത്മാവിന് ശുദ്ധി വന്നാണ് പിതൃക്കളാകുന്നത്. അപ്പോൾ തന്നെ അവർ പിതൃമണ്ഡലത്തിൽ നിൽക്കും. അവിടെ നിന്നാണ് അവരുടെ പ്രവൃത്തികളെല്ലാം പരിശോധിച്ചിട്ട് അവരുടെ നിസർഗജമായ സംസ്കാരം നോക്കിയിട്ട് അവരെ എങ്ങോട്ടാണ് നിയോഗിക്കേണ്ടത്. ശരി, കേരളത്തിൽ നിന്ന് വന്നവനാണ്, കേരളത്തിൻ്റെ തന്നെ തെക്കേ അറ്റത്തു നിന്ന് വന്നവനാണ്, അവനെ കഴുതയായിട്ട് ജനിപ്പിക്കുക. അപ്പോൾ അവൻ കഴുതയായിട്ട് അങ്ങനെ അവിടെ തന്നെ ജന്മം നടക്കുക. പിന്നെ അപ്പോൾ ഏതെങ്കിലും ഒരു കഴുതയുടെ മകനായിട്ടോ മകളായിട്ടോ പോയി ജനിക്കും. ഇങ്ങനെ ചുവട് ചുമന്ന് ജീവിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഉറുമ്പായിട്ട് ജനിക്കട്ടെ, അവൻ പോയി ഉറുമ്പായിട്ട് ജനിക്കും. അവന് അടുത്ത ജന്മം പെട്ടെന്ന് കിട്ടും. ഉറുമ്പിന് കൂടുതൽ കാലം ജീവിതമില്ല. ഇങ്ങനെ ഈ പിതൃലോകത്തു നിന്നാണ് ഇവരെ എടുത്ത് ജനിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു പിതൃത്വത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഉയരത്തക്ക വിധത്തിൽ പരേതാത്മാവൊന്ന് പാകപ്പെടാനുണ്ട്. ഈ തൻ്റെ ബന്ധത്തിൽപ്പെട്ടവരെ വിട്ടുപോകുന്നതിൻ്റെ ദുഃഖത്തിൻ്റെ അംശങ്ങളൊക്കെ ഈ ജീവാത്മാവിൽ പറ്റിപ്പിടിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ പിതൃക്കളാകുന്നില്ല. ആകുന്നില്ല. അതിൻ്റെ ഇത് ശ്രാദ്ധ. അപ്പോൾ ഈ ബലിയൊക്കെ നടത്തുമ്പോഴേ 16-17 ഇന്ദ്രമൊക്കെ ഉള്ളു. അപ്പോൾ ഈ പിതൃവിന് വേണ്ടിയല്ലേ ബലി ഇടുന്നത്? പിതൃവിന് വേണ്ടിയാണ് ബലി ഇടുന്നത്. പക്ഷേ അത് പിതൃവിന് വേണ്ടി എന്നുള്ളത് പോലെ തന്നെ ഈ ജീവിച്ച് നിൽക്കുന്ന ആളിനും അത് ബാധകമാണ്. ഇപ്പോൾ മരിച്ച സമയത്തുണ്ടായിരുന്നില്ല, ഡെഡ് ബോഡി സൂക്ഷിച്ച് വയ്ക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകിൽ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു. ആ കർമ്മങ്ങൾ തീർന്നു. ആ കർമ്മങ്ങളുടെ 16 ദിവസമോ 12 ദിവസമോ ഇയാൾക്ക് അതിൽ പങ്കെടുക്കാനും പറ്റിയില്ല. അത് കഴിഞ്ഞ് വരുമ്പോൾ ഈ 41-ാം ബലി, 40-ാം ബലി, 40-ാം ഇതുവരെയൊക്കെയുള്ള ദിവസങ്ങളുണ്ടല്ലോ. ആ ദിവസത്തിൽ ഇതിനകത്ത് ചേർന്ന് ബലിയിടുമ്പോൾ തൻ്റെ പിതാവിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പൂർവികന് വേണ്ടി താൻ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊരു മാനസിക സംതൃപ്തി വരും. ചെയ്യുന്നയാളിന് വരും. അതുവരെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ തിരിച്ചു നടന്നിട്ടുള്ള ആളാണ്. ഒരു അനുസരണയില്ലാത്ത പുത്രനായിരിക്കും. അച്ഛൻ മോനെ കുഞ്ഞിക്കുട്ട നീങ്ങു വന്നേ എന്ന് പറയുമ്പോൾ കുഞ്ഞിക്കുട്ടൻ വലിയ കുട്ടനായിട്ട് നേരെ തിരിച്ച് അച്ഛൻ വിളിച്ചതിനെതിരെ നടന്ന് ശീലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ മരണസമയത്താണ് ചെറിയ ചില ആഗ്രഹങ്ങൾ അച്ഛൻ പറഞ്ഞിട്ട് പോലും ഞാൻ സാധിച്ചു കൊടുക്കാഞ്ഞ മകനാണല്ലോ എന്ന് ഈ ഡെഡ് ബോഡിയിൽ നോക്കുമ്പോൾ തോന്നും. പശ്ചാത്താപം തോന്നും. അങ്ങനെ പല കാരണങ്ങളുണ്ടാകും. വല്ലാതെ തർക്കിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അച്ഛന് വിദ്യാഭ്യാസം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടാകും. അച്ഛന് മോഡേൺ ടെക്നോളജി അറിഞ്ഞുകൂടാ എന്ന് തോന്നിയിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ശകാരിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇപ്പോൾ ജോലിയുള്ള ആളുകൾ വീട്ടിൽ ചെന്നാൽ ഈ മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛനോട് എടാ കുറേ നേരം ആലും ഇത് വെച്ചുകൊണ്ട് നീ ഇരിക്കുന്നത്, അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാൻ പാടില്ലേ? അച്ഛനെ ഉടനെ അച്ഛൻ്റെ കാലത്ത് ഇതുകൊണ്ട് അച്ഛന് ഇതിനെക്കുറിച്ച് അച്ഛനെ അങ്ങ് ഫയർ ചെയ്യും. അതോർത്ത് പിന്നെ പശ്ചാത്തപിക്കും. അപ്പോൾ ഇത് അച്ഛന് അതിലെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിലും അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. കാരണം കണ്ണ് ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് ഏത് ടെക്നോളജി ആയാലും ആ പരിധിക്കപ്പുറത്ത് ഉപയോഗിച്ചെന്നാൽ കണ്ണിനെ
കാഴ്ചയ്ക്ക് പ്രശ്നം വരും, കണ്ണിനും തലച്ചോറിനും ഒക്കെ കുഴപ്പമാണ്. ഒക്കെ പ്രശ്നം വരും. അപ്പം അത് മനസ്സിലാക്കിയിട്ടാണ് അച്ഛൻ പറയുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളിലും അച്ഛനെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ച് പിന്നെ അച്ഛൻ മിണ്ടാതെ ആയിട്ടുള്ള പല അച്ഛന്മാരും ലോകത്ത് കാണും. അപ്പം അതെല്ലാം ഈ ഒന്നും സംസാരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എന്നാൽ ആൾ മുഴുവനും അവിടെ ഉണ്ട്. അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്നും കാണാതെ ആയിട്ടില്ല, പക്ഷെ ആൾ മിണ്ടുന്നുമില്ല, വർത്തമാനവും പറയുന്നില്ല. അനങ്ങാതെ കിടക്കുന്ന ആ കിടപ്പ് കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളകും. അവിടെ നിന്ന് മാറുമ്പോൾ അത് പോകുമെങ്കിലും ഈ ഇളക്കത്തിൻ്റെ ഒരു സ്പന്ദം തുടർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിന് പരിഹാരമാകും ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിതിങ്ങനെ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് 19, ഇരട്ട കൈ കൊണ്ട് 18, പിന്നെ ഈ പവിത്ര മോതിരം, മറ്റേ പുല്ലുകൊണ്ട് ദർഭപുല്ലുകൊണ്ട് കെട്ടിയതാണ് പവിത്ര മോതിരം. പിന്നെ ഭക്ഷണ സാധനമുണ്ട് ഇതിനകത്ത്, എള്ളും അരിയും കൂടി, പച്ചരിയും കൂടി, പച്ച എള്ളും പച്ച അരിയും കൂടി ശർക്കരയിൽ വെറുതെ കുഴച്ച് ഉരുട്ടിയതാണ് ഈ 2 സ്ഥലത്തായിട്ട് 2 വലിയ ഉരുള വയ്ക്കുന്നത്. പിന്നെ ചെറിയ ഉരുളകളും. വേറെ എത്ര പേരാണോ മരിച്ചു പോയിട്ടുള്ളത് അവരെല്ലാവരും കൂടി സങ്കല്പിച്ചാണ് ചെറിയ ചെറിയ അജ്ഞാത പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ താൻ തൻ്റെ കർത്തവ്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തിയാക്കി. അപ്പോൾ സ്ഥലത്തില്ലാതിരുന്നെങ്കിൽ തന്നെയും അച്ഛൻ്റെ അപ്പം ഈ ന്യൂനതകളെല്ലാം കൂടി ഈ ഒരൊറ്റ പരിപാടിയിലങ്ങ് അവസാനിക്കും. അപ്പോൾ മനസ്സ് സ്വസ്ഥമായി. അച്ഛനോണ്ട് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, പിന്നീട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ചെയ്യേണ്ടതെല്ലാം, കർമ്മം ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു പൂർത്തിയാക്കി. അച്ഛന് മോക്ഷപ്രാപ്തിക്കുള്ള ആ കർമ്മവും ഞാൻ ഓസ്ട്രേലിയയിൽ പോയി ചെയ്തു. അതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥലമില്ലാഞ്ഞുകൊണ്ടാണ് പിന്നെ പോകാഞ്ഞത്. ഓസ്ട്രേലിയയിൽ പോയി അതും ചെയ്തു. ഇപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വ്യാകുലത, ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഉള്ളതൊക്കെ ഈ പിന്നെ സദ്യ കഴിഞ്ഞിട്ട് ചട്ടിയും കലവും അതിന് ഉപയോഗിച്ച മറ്റ് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്ന പോലെയാണ്. ഈ ആത്മാവിൽ ഒരുപാട് വൃത്തികളിൽ പറ്റിച്ചുകൊണ്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഇത് തേച്ച് കഴുകാനാണ് പരേതാത്മാവായിട്ട് നിൽക്കുന്നത്. അതെല്ലാം തേച്ച് കഴുകി കളയുമ്പോൾ പരേതാത്മാവ് പിതൃവായിട്ട് പിതൃസ്വരൂപനായി മാറും. പിതൃവായിട്ട് എത്ര നാൾ നിൽക്കും എന്നുള്ളത് അത് പിന്നെ കണ്ടമാനം കരി പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തേച്ച് കളയണമല്ലോ. അവിടെ പിന്നെ ഈ എല്ലാവരും അറിയെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേരറിയെ ഒരു പാർട്ടിയും ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ ആരും അറിയാതെ ഒരു മുഴുവൻ ഭാര്യ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ബിരുദന്മാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരുപാട് തേക്കേണ്ടി വരും. അതല്ല, അതിൻ്റെ കറകളെല്ലാം ഈ ആത്മാവിൽ പറ്റിയിരിക്കും. അതിനെയാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ജീവാത്മാവിലെ പൂർവ്വജന്മത്തിലെ കറകളെല്ലാം തേച്ച് കഴുകി കളയാൻ എടുക്കുന്ന സമയം, അങ്ങനെ അത് ശുദ്ധമാകുന്നവരെ അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടേ അതിനെ മറ്റൊരു ജനന കേന്ദ്രത്തിലേക്ക്, പ്രജനന കേന്ദ്രത്തിലേക്ക് നിയോഗിക്കാൻ സാധിക്കൂ എന്നാണ് അതിനെക്കുറിച്ച് ഗൃഹ്യസൂത്രങ്ങൾ ഉണ്ട്. ഗൃഹ്യസൂത്രങ്ങളും മറ്റും പറയുന്നത്. പിന്നെയും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളുണ്ട്, ജനറ്റിക്കൽ സൈഡുണ്ട്. അപ്പോൾ ആ ജനറ്റിക്സ് കഥകളാക്കി പറയുകയാണേ. അതിനാണോ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്? അല്ല. ഈ പിന്നെ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മമായിട്ട് മാറുന്ന ഇല്ല. ഈ പിന്നെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒക്കെ ജഡവസ്തുക്കളാണ്. അതിനകത്ത് ആത്മാവില്ല, അതിനകത്ത് ചൈതന്യമില്ല. അപ്പോൾ ചൈതന്യം പോകുന്നതോടുകൂടി അത് പഞ്ചീകൃതം ആവുകയാണ്. പിന്നെ അത് 5ആയിട്ട് പിരിഞ്ഞ് അങ്ങനെ പോകും. അല്ലാതെ അത് ഇതിൽ പെടില്ല. ഇപ്പോൾ സൂക്ഷ്മ ശരീരം പോലും യഥാർത്ഥത്തിൽ ജഡശരീരമാണ്. സ്ഥൂല ശരീരം പോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ സൂക്ഷ്മമായ രൂപം എന്നേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ അണുരൂപം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ വളരെ ചെറിയ രൂപങ്ങളുണ്ട്. അതാണ് മൈക്രോകസം. അങ്ങനെ പോകുന്നത് വ്യഷ്ടിയും സമഷ്ടിയും എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോകസം എന്ന രീതിയിലാണ് അത് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഇപ്രകാരം ഉയർന്നാലാണ്
പിതൃലോകത്തിലേക്ക് എത്തുന്നത്. ആ പിതൃലോകത്തിൽ ഉള്ളവരുടെ ഭക്ഷണമാണ് കവ്യം. ഗോമാംസം. ഗോമാംസം ഗോമാംസമല്ല, അല്ല. ഈ പാലിൻ്റെ പത. അതാണ്. അങ്ങനെ അവർക്ക് കവ്യവും കറന്നെടുത്തു. പിന്നത്തേതാണ് വളരെ പ്രശസ്തമായ ഒരു കറവ. അത് കാളിദാസനാണ് അതിന് ആ പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തത്. മഹാഭാരതം പൊതുവെ വായിക്കാൻ ആളുകൾക്ക് മടിയായതുകൊണ്ടും അതിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള വിസ്തൃതിയുണ്ട്. അതെ. അപ്പോൾ അതെടുത്ത് ആദ്യത്തെ പേജ് മറിച്ച് നോക്കി കണ്ടൻസ് നോക്കുമ്പോൾ തന്നെ വിഷമിക്കും. അടുത്ത പേജും മറിച്ച് നോക്കി, അടുത്ത പേജും മറിച്ച് നോക്കി, പിന്നെ വായിക്കാം, എന്തായാലും സ്വന്തമായിട്ടുണ്ടല്ലോ, സൗകര്യം പോലെ വായിക്കാം. അങ്ങനെ എടുത്ത് മറിച്ചിട്ട് നോക്കി വെച്ച് ഇവൻ പിന്നീട് അവസാനം പിതൃലോകത്തിലെത്തും ഇത് വായിക്കാൻ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, അയാൾ പോകുന്നതിന് മുമ്പേ പുസ്തകം ചെലവഴിച്ച് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുത്തുവിട്ട് പോയിട്ടുണ്ടാകും. പക്ഷെ കാളിദാസൻ ഇതിൽ നിന്ന് ഈ കുമാരസംഭവത്തിലേക്ക് ഹിമാലയത്തിൻ്റെ വർണ്ണനയിൽ പർവ്വതങ്ങളെല്ലാവരും കൂടി ഹിമാലയ പർവ്വതത്തെ കന്നുകുട്ടിയാക്കി വത്സനാക്കി വെച്ചുകൊണ്ട് ഔഷധങ്ങളും രത്നങ്ങളും കറന്നെടുത്തു എന്ന അതിമനോഹരമായ വർണ്ണനയുണ്ട്. അത് ഇതിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ നിന്ന് എടുത്തതാണെന്ന് അന്നത്തെ നിലയ്ക്ക് അങ്ങനെ പറയാറില്ലല്ലോ. ഇത് ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തു എന്നങ്ങനെ പറയാറുമില്ല. അങ്ങനെ ഒരു പകർപ്പവകാശവുമില്ല. ആശയങ്ങളുടെ പുറത്ത് ആർക്കും ഒരു തരത്തിലുള്ള ആധിപത്യവുമില്ല. ഇപ്പോൾ സ്മൃതിയിൽ നിന്ന് ഏതാണ്ടൊരു 100-120 ശ്ലോകങ്ങളെങ്കിലും മനുസ്മൃതിയിൽ നിന്ന് മഹാഭാരതത്തിൽ കാണാം. അതേപടി ഒരു മാറ്റവും ഇല്ലാതെ, അക്ഷരത്തിന് ഒരു മാറ്റമില്ലാതെ ശ്ലോകം അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ശ്ലോകങ്ങൾ മനുസ്മൃതിയിലും കാണാം. അതിൻ്റെ പേരിൽ അന്ന് ആരും കേസ് കൊടുക്കുമായിരുന്നില്ല. അവർക്ക് ഇതിൽ താല്പര്യവുമില്ല. വായിക്കാൻ കഴിവുള്ളവർക്ക്, വായിച്ചാൽ മനസ്സിലാകുന്നവർക്ക് വായിക്കാം എന്നുള്ളതല്ലാതെ എൻ്റെ ആശയം മറ്റവൻ കവർന്നെടുത്തു എന്ന ഒരു പരാതിക്ക് അന്ന് ഒരു സാധ്യതയുണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ള കാലമായിരുന്നു അത്. അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഉള്ളതിനേക്കാൾ മനോഹരമായിട്ടുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഹിമാലയത്തിൻ്റെ വർണ്ണന. ഹിമാലയത്തെ വർണ്ണിച്ച് വന്ന ഹിമാലയത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ധാതുക്കളും ലവണങ്ങളും പലതരത്തിലുള്ള രത്നങ്ങളും പിന്നെ ഔഷധങ്ങളും, ഓഷധികൾ, ഔഷധത്തിന് ഉപയോഗിക്കുന്ന ചെടികൾ, അവ ഹിമാലയത്തിന് കിട്ടിയിട്ടുണ്ട് ഭൂമിയെ പൃഥു കറന്നപ്പോൾ എന്നതിൻ്റെ വർണ്ണനയാണ്. അതിൽപ്പെടുന്ന ഒന്നാണ് മൃതസഞ്ജീവനി. ഈ മൃതസഞ്ജീവനി പറിച്ചുകൊണ്ട് വരാനാണ്. മൃതസഞ്ജീവനി യഥാർത്ഥത്തിൽ വാൽമീകിയുടെ വാക്കാണ്. അതിനു മുമ്പ് മൃതസഞ്ജീവനി എന്ന വാക്കില്ല, വേദത്തിലില്ല, ഇല്ല. എന്തായാലും മൃതസഞ്ജീവനി കൊണ്ടുവരുന്നതിന് വേണ്ടി മോഹാലസ്യത്തിൽ നിന്ന് ലക്ഷ്മണനെയും മറ്റും രക്ഷിക്കാനും മൃതസഞ്ജീവനി കൊണ്ടുവരുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ ജാമ്പവാനാണ് പറഞ്ഞയക്കുന്നത്. പണ്ട് ഇങ്ങനെ ഒരു കറവ നടന്നിട്ടുണ്ട്. ഭൂമിയെ പൃഥുചക്രവർത്തി കറന്നു. അങ്ങനെ കറന്ന കൂട്ടത്തിൽ പർവ്വതങ്ങളെല്ലാവരും കൂടി ഹിമാലയത്തെ കന്നുകുട്ടിയാക്കി വെച്ചുകൊണ്ട്, ഹിമാലയത്തെ വത്സനാക്കി വെച്ചുകൊണ്ട് പർവ്വതങ്ങളെല്ലാവരും കൂടി കറന്നെടുത്ത ധനത്തിൽ അനേകം തരത്തിലുള്ള രത്നങ്ങൾ, മനുഷ്യൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ അമൂല്യവും അനർഘവും നാനാവർണ്ണ ഖചിതവുമായ രത്നങ്ങൾ കറന്നെടുത്തു, ഔഷധങ്ങൾ കറന്നെടുത്തു. അതിൽ ഒന്നാണ് മൃതസഞ്ജീവനി. അതുകൊണ്ട് നീ അവിടെ ചെന്ന് ആ മൃതസഞ്ജീവനി കൊണ്ടുവന്ന് പിഴിഞ്ഞ് ഒഴിച്ചാൽ, മൂക്കിലേക്ക് ഒഴിച്ചാൽ ഇവർ ജീവിച്ചെഴുന്നേക്കും. സാർ, ഈ മൃതസഞ്ജീവനി തന്നെ 3-4 ചെടികളല്ലേ? ചെടികളാണ്. ചെടികളാണ്. ആ ചെടികളുടെ പേരൊക്കെ പറയുന്നുണ്ട് അതിന്.
ഉണ്ട്. പിന്നെ വിശല്യകരണി, സന്താനകരണി, അതൊക്കെ ഇതൊക്കെ പറയുന്നു. അല്ല അതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് അമൃതം എന്നും പറയാനില്ല. എല്ലാം കൂടെ ചേർത്ത് പിഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഈ 3-4 ചെടികളും. പിന്നെ അക്കൂട്ടത്തിൽ അന്തർധാന വിദ്യ എന്ന് പറഞ്ഞ ഒരു വിദ്യയും കൂടി കറന്നപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങ് പോന്നു. അത് ഋഷികൾ എടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ചില മായാ പ്രദർശനങ്ങൾ താല്പര്യമുള്ളവരും ഗന്ധർവന്മാരല്ലേ എടുത്തു? ഗന്ധർവന്മാരല്ലേ ഈ അന്തർധാന വിദ്യ? ഋഷിമാര് അല്ല, ഗന്ധർവന്മാര് സംഗീതത്തിൻ്റെ ഇതാണ്. ആണ് ഗന്ധർവന്മാർ അന്തർധാനം ചെയ്യില്ല. ഇല്ല 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 ഇല്ല. അത് ഈ യക്ഷന്മാരുടെയും ഗന്ധർവന്മാരുടെയും ഒന്നിച്ചാണ് പറയുന്നത്. യക്ഷരക്ഷോ ഗന്ധർവന്മാർ, ഈ 3 വർഗത്തിൻ്റെയും കൂടി ഒന്നിച്ചാണ് പറയുന്നത്. കലാപരിപാടിയല്ല, സംഗീതം. എല്ലാം അതിൽ പെടുന്നതാണ്. ഇങ്ങനെ ഇതെല്ലാം കറന്നെടുത്ത് ഇത് കൊണ്ടുവരാനാണ് അർജുനനെ പറഞ്ഞു വിടുന്നത്. ഹനുമാനെ പറഞ്ഞു വിടുന്നത്. ഹനുമാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം കൂടി ഒരു കലക്കലായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അതുകൊണ്ട് ഈ ആ പർവ്വതത്തിൻ്റെ ഭാഗം, പർവ്വതം ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ പർവ്വതം ഒടിച്ച് കഷത്തി വെച്ചുകൊണ്ട് ഇങ്ങ് വരികയാണ് ചെയ്തത്. ഇവിടെ വന്നിട്ട് പർവ്വതം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് നിങ്ങൾ പറിച്ചെടുത്തോളൂ എന്ന് പറയും. പിന്നെ ഇത് ഇടയ്ക്ക് വല്ലപ്പോഴും മിന്നും. ഈ വിശല്യകരണിയും മറ്റും മിന്നുന്ന സ്വഭാവത്തോടു കൂടിയാണ്. സന്ധാനകരണി, ഇപ്പോൾ ഒടിഞ്ഞ് വേറെയായി പോയ അവയവം ഇതിൻ്റെ ചാറ് പുരട്ടിച്ച് കൂട്ടിച്ചേർത്ത് വെച്ചാൽ പഴയതുപോലെയാവും. അതാണ് സന്ധാനം. സന്ധിക്കുക, സന്ധാനം ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ഇങ്ങനെ ഇദ്ദേഹം അത് കൊണ്ടുവന്ന് കൊടുക്കുകയും അവർ ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു. ഇത് കാളിദാസൻ അതിമനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന ആ വർണ്ണന കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിലും കാളിദാസൻ്റെ ആശാൻ യഥാർത്ഥത്തിൽ ഈ പൃഥുചരിതത്തിലിരിക്കുകയാണ്. അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റേതിൻ്റെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടും. അതിനോട് ആരും താരതമ്യപ്പെടുത്തുന്നില്ല എന്നതുകൊണ്ടും പലപ്പോഴും ഈ പൃഥു ചക്രവർത്തിയുടെ കഥ, കുമാരസംഭവം വായിക്കുന്ന ആളുകളുടെ ഓർമ്മയിൽ ചിലപ്പോൾ വരാഞ്ഞിട്ടോ അവരത് വായിച്ചിട്ടില്ലാഞ്ഞിട്ടോ ഓർമ്മിച്ചിട്ട് പിന്നെ മറന്നുപോയിട്ട് പിന്നെ ഓർമ്മിക്കാത്തതോ ഒക്കെ ആയി സംഗതി. അത് താരതമ്യം ചെയ്ത് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു അസാധാരണമായ അതിൻ്റെ ഒരു മാസ്മരികമായ, അതിൻ്റെ ഒരു കാന്തിക പ്രഭാവലയത്തിൽ അത് സദാ മിന്നിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നത് കലയുടെ പൂർണ്ണതയാണ്. സാഹിത്യം, ശാസ്ത്രം, ഈ ഔഷധങ്ങളും മറ്റും വരുമ്പോഴേ സാഹിത്യം, ശാസ്ത്രം, ദർശനം, ഈ 3 വിഷയങ്ങൾ അന്യോന്യം തിരിച്ചറിയാൻ വയ്യാതെ സങ്കലിച്ച് സംയോജിച്ച് താതാത്മ്യപ്പെട്ട് കിടക്കുന്ന അസാധാരണമായ ഒരു കലാസൃഷ്ടിയാണ്. അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും അതുപോലെ സുന്ദരമായ വാക്കുകളാണ്. കാളിദാസൻ്റേതും അതുപോലെ തന്നെ ഇദ്ദേഹം വ്യാസൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും അതുപോലെ തന്നെയുള്ള ഈ മൃദു വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ വളരെ മൃദുവായ വാക്കുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കാളിദാസൻ പിന്നെ അക്കാര്യത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. വ്യാസൻ അതിലത്ര ശ്രദ്ധിക്കുകയില്ല. ഇതിൻ്റെ മൃദുത്വത്തിലോ ഭംഗിയല്ലല്ലോ, കാവ്യമല്ല, ഭംഗിയല്ല, അദ്ദേഹം നോക്കണം. ചിന്തയും ചിന്തയുടെ വർണ്ണങ്ങളുമാണ് അദ്ദേഹം നോക്കുന്നത്. അങ്ങനെ അതിമനോഹരമായി കാളിദാസൻ വർണ്ണിച്ചിട്ടുള്ളത് കൊണ്ട് അതാണ് പൊതുവെ ആളുകളുടെ മനസ്സിലിരിക്കുന്നത്. പൃഥു ഹിമാലയത്തെ കന്നുകുട്ടിയാക്കി വെച്ചുകൊണ്ട് ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന സർവ്വധനങ്ങളും സർവ്വരത്നങ്ങളും, ഇനി രത്നം എന്നുള്ള വാക്കിന് തന്നെ ധനമെന്ന് അർത്ഥമുണ്ട്. അപ്പോൾ സർവ്വധനങ്ങളും പിന്നെ ഔഷധങ്ങളും ഓഷധികളും കറന്നെടുത്തു. അപ്പോൾ ഹിമാലയം നിറയെ ഔഷധച്ചെടികളാണ്. നമുക്കതിൻ്റെ
ഇപ്പോഴതിന് എന്താണ് പേര് പറയുന്നത് എന്ന് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഔഷധ ചെടികൾ കൊണ്ട് നിറഞ്ഞ, ലോകത്തിൽ മറ്റെങ്ങും കാണാൻ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകമായ ഔഷധത്തോട്ടമാണ് ഹിമാലയത്തിൻ്റെ ഉപരിഭാഗത്ത് കാണുന്നത്.